പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ഈ മൊഡ്യൂളില് മാക്സിമ മിനിമ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ചാനലിലേക്ക് സ്വാഗതം. മാക്സിമ മിനിമ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മാക്സിമം മിനിമ കാൽക്കുലേറ്റ് ചെയ്യാൻ, മാക്സിമം വാല്യൂ കിട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ മാക്സിമ എന്ന് പറയുന്നത്, മിനിമം വാല്യൂ കിട്ടുന്ന പോയിന്റിനെയാണ് മിനിമ എന്ന് പറയുന്നത്. അങ്ങനെ മാക്സിമം മിനിമ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് എക്സ് കണ്ടുപിടിക്കും, ദെൻ എഫ് വൈ കണ്ടുപിടിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ആ എഫ് എക്സിനെയും എഫ് വൈനെയും സീറോക്ക് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റുകൾ കിട്ടും. എക്സ് നോട്ട് വൈ നോട്ട്, എക്സ് വൺ വൈ വൺ, ചിലപ്പോൾ ഒരു പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ രണ്ട് പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റുകൾ കണ്ടുപിടിക്കുക. ഈ പോയിന്റുകളെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്നാണ് പറയുക. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കണം, എഫ് വൈ വൈ കണ്ടുപിടിക്കണം, എഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. മൂന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ടി എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫോം ചെയ്യാം. ദെൻ ആ ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഫോം ചെയ്തതിന് ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അറ്റ് ദീസ് ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ക്രിട്ടിക്കൽ പോയിന്റുകൾ ഡിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൂന്ന് കേസുകളാണ് കിട്ടുക. ഇവിടെ വാല്യൂവിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതിന്റെ സൈൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ഡി ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഡി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ലെസ് ദാൻ സീറോ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണെങ്കിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന ഈ ക്രിട്ടിക്കൽ പോയിന്റ് ഒരു സാഡിൽ പോയിന്റ് ആണെന്നാണ് നമ്മൾ പറയുക. സാഡിൽ പോയിന്റ്, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ഒരു സാഡിൽ പോയിന്റ് ആവും. എപ്പോഴാണ് സാഡിൽ പോയിന്റ് ആവുന്നത്? ഡി ലെസ് ദാൻ സീറോ ആവുമ്പോൾ. അങ്ങനെ ഡി ഗ്രേറ്റർ ദാൻ സീറോ ആണ് കിട്ടുന്നതെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് മാറ്റാം. ഇതിൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, മിനിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡി ഗ്രേറ്റർ ദാൻ സീറോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എക്സ് എക്സ് എഫ് ഓഫ് എഫ് എക്സ് എക്സ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈ പോയിന്റിൽ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് നോട്ട് വൈ നോട്ടിൽ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡെറിവേറ്റീവിൽ സെക്കൻഡ് ഈ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് റിലേറ്റീവ് മിനിമ ആണെന്ന് നമ്മൾ പറയാം. ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ റിലേറ്റീവ് മിനിമ ആണ്. അതുപോലെ എഫ് എക്സ് എക്സ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് നമുക്ക് ലെസ് ദാൻ സീറോ ആണ് കിട്ടുന്നതെങ്കിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആ പോയിന്റ് റിലേറ്റീവ് മാക്സിമ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് ശ്രദ്ധിക്കണം. എക്സ് എക്സ് എഫ് ഓഫ് എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ റിലേറ്റീവ് മിനിമം, എഫ് എക്സ് എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ റിലേറ്റീവ് മാക്സിമം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു കേസും കൂടെ, ഒരു കണ്ടീഷനും കൂടെ നമുക്കിവിടെ കിട്ടാം. ഡിയുടെ വാല്യൂ എന്താവാനുള്ള ചാൻസും കൂടെ ഉണ്ട്, സീറോ ആവാനുള്ള ചാൻസും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കൺക്ലൂഷൻ ഒന്നും പറയാൻ പറ്റില്ല. മാക്സിമം ആണോ മിനിമം ആണോ സാഡിൽ പോയിന്റ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. നോ കൺക്ലൂഷൻ ക്യാൻ ബി ഡിറൈവ്ഡ് എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു മെത്തേഡാണ് നമ്മൾ മാക്സിമ മിനിമ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി റിലേറ്റീവ് മാക്സിമ റിലേറ്റീവ് മിനിമ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാഡിൽ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഡി ലെസ് ദാൻ സീറോ ആണെങ്കിൽ ആ പോയിന്റ് സാഡിൽ പോയിന്റ് ആണ്. ഡി ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ റിലേറ്റീവ് എക്സ്ട്രീമ എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. റിലേറ്റീവ് എക്സ്ട്രീമ അത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എഫ് എക്സ് എക്സ് കാൽക്കുലേറ്റ് ചെയ്തതിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ പോയിന്റ് റിലേറ്റീവ് മിനിമ ആണ്. കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ പോയിന്റ് റിലേറ്റീവ് മാക്സിമം ആണ്. ഇനി ഡി സീറോ ആണെങ്കിൽ അവിടെ കൺക്ലൂഷൻ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. ഈ ഒരു ടെസ്റ്റ്
ഇതുപോലെ തന്നെ എക്സ്ട്രീമ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ടെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചാണുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ലൊക്കേറ്റ് ഓൾ റിലേറ്റീവ് മാക്സിമ, റിലേറ്റീവ് മിനിമ ഓർ സാഡിൽ പോയിന്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു y square plus xy plus 4y plus 2x plus 3. ഈ ഫംഗ്ഷന്റെ റിലേറ്റീവ് എക്സ്ട്രീമാസ് മാക്സിമം അല്ലെങ്കിൽ മിനിമ അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സ്ക്വയർ വരുന്നതുകൊണ്ട് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ലീനിയർ എക്സ്പ്രഷൻ ആയിരിക്കും. ആ ലീനിയർ എക്സ്പ്രഷൻ ഈക്വൽ ടു 0 കൊടുത്ത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഇവിടെ ഉള്ളൂ. അത് മനസ്സിലാക്കുക. ദെൻ ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പില് എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിക്കാം. എഫ് എക്സ് ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0, എക്സ് വൈയുടെ ഡെറിവേറ്റീവ് y ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 4yയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആണ്. ഇവിടെ എക്സ് ഇല്ല. ദെൻ 2xന്റെ ഡെറിവേറ്റീവ് 2, 3യുടെ ഡെറിവേറ്റീവ് 0. ഇതാണ് എഫ് എക്സ്. ദെൻ എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യുക. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 2y പ്ലസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് 4yയുടെ ഡെറിവേറ്റീവ് 4, 2xന്റെ ഡെറിവേറ്റീവും 3യുടെ ഡെറിവേറ്റീവും 0. എക്സ് ഇല്ല, y ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ 0 ആണ്. ദെൻ ഇതാണ് എഫ് എക്സ് എഫ് വൈ. ഇനി നമ്മൾ എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0 കൊടുക്കുക. എഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ y പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. y ഈക്വൽ ടു -2 എന്ന് നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ എഫ് വൈ ഈക്വൽ ടു 0 കൊടുക്കുക. 2y equal to 0 implies 2y plus x plus 4 equal to 0. നമ്മൾ ഓൾറെഡി വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. y എന്താണ് -2 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 into -2 plus x plus 4 equal to 0. -4 plus x plus 4 equal to 0. x equal to 0 എന്ന് കിട്ടും. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടി. ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. ആ പോയിന്റ് ഇതാണ് 0, -2. ഇനി ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കുക, എഫ് വൈ വൈ കണ്ടുപിടിക്കുക, എഫ് എക്സ് വൈ കണ്ടുപിടിക്കുക. എന്നിട്ട് ഡി കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് എക്സ് എക്സ് ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇത് എക്സ് ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഡെറിവേറ്റീവ് 0. വൈയുടെ ഡെറിവേറ്റീവ് 0 ആണ്. 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. എഫ് വൈ വൈ എഫ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2yയുടെ ഡെറിവേറ്റീവ് 2, എക്സിന്റെയും 4ന്റെയും ഡെറിവേറ്റീവ് 0. ദെൻ എഫ് എക്സ് വൈ. എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. എഫ് എക്സില് ഒരു y എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അപ്പൊ വൈയുടെ ഡെറിവേറ്റീവ് ഇവിടെ 1 എന്ന് കിട്ടും. അപ്പൊ എഫ് എക്സ് വൈ കിട്ടി. ഇനി ഡിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ഈക്വൽ ടു എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ് 0 ഇൻറ്റു fyy 2 minus fxy 1 the whole square, that is equal to -1 വരും. d എന്താണ് ഇവിടെ നേരിട്ട് തന്നെ d ലെസ് ദാൻ 0 ആയി. എന്നാലും നമ്മൾ ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് d എന്താ നോക്കണം. ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എന്താ വരിക 0, 2 എന്ന പോയിന്റ് ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിനും വൈക്കും 0ഉം 2 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ എക്സും വൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ -1 ആണ്, വിച്ച് ഇസ് അഗെയിൻ ലെസ് ദാൻ 0. അതുകൊണ്ട് d ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്. 0 - 2 ഈസ് എ സാഡിൽ പോയിന്റ്. ഒരു ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ക്രിട്ടിക്കൽ പോയിന്റ് റിലേറ്റീവ് എക്സ്ട്രീമ വരുന്ന പോയിന്റ് അല്ല. എന്ത് പോയിന്റ് ആണ്? സാഡിൽ പോയിന്റ് ആണ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലൊക്കേറ്റ് ഓൾ റിലേറ്റീവ് എക്സ്ട്രീമ ഓർ സാഡിൽ പോയിന്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2xy മൈനസ് എക്സ് ക്യൂബ് മൈനസ് വൈ സ്ക്വയർ. ഇതിന്റെ റിലേറ്റീവ് എക്സ്ട്രീമാസ് അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കാം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആദ്യം എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2y കോൺസ്റ്റന്റ് ആണ്. 2y ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന എഫ് എക്സ് 2y മൈനസ് 3x സ്ക്വയർ. എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് വൈ ഈക്വൽ ടു ഇവിടെ 2x കോൺസ്റ്റന്റ് ആണ്. 2x ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y വിത്ത് റെസ്പെക്ട് ടു y ആയതുകൊണ്ടാണ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ആയത്.
ഇനി എന്ത് ചെയ്യണം, ഈ എഫ് എക്സിനെയും എഫ് ഐനെയും സീറോക്ക് ഇക്വേറ്റ് ചെയ്യുക. എഫ് എക്സ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് കിട്ടും? 2y മൈനസ് 3x² ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടുന്ന് എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ അടുത്തത് എഫ് വൈ ഈക്വൽ ടു 0 കൊടുക്കുക. ഇവിടെ നമുക്ക് കിട്ടുന്നത് 2x മൈനസ് 2y ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്ത് നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നോക്കൂ, ഇത് x² വരുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ x³ ആണ്, ഫംഗ്ഷൻ x³ ആണ്, ഡെറിവേറ്റീവ് x² ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിരിക്കും. നോക്കാം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷന് എക്സ് കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വൈ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രണ്ടും കൂടെ സോൾവ് ചെയ്യുക. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും എന്ത്, 2x ഈക്വൽ ടു 2y എന്ന് എഴുതാൻ പറ്റും ഈ രണ്ടാമത്തെ ഇക്വേഷൻ നിന്ന്. ഇവിടെ 2y യുടെ വാല്യൂ 2x ആണ്. ഇവിടെ 2y ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷനിൽ 2y ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ അപ്പൊ എങ്ങനെ മാറും? 2y ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 2x മൈനസ് 3x² ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ് ഔട്ട് സൈഡ് എടുക്കുക. എക്സ് ഇൻറ്റു 2 മൈനസ് ഇവിടുന്ന് എക്സ് പോയി കഴിഞ്ഞാൽ ബാലൻസ് 2 ആണ് ഉണ്ടാവുക. 2 മൈനസ് ഇവിടുന്ന് എക്സ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 3x വരും ഈക്വൽ ടു 0. ഇതൊരു പ്രൊഡക്റ്റ് ആണ്. a ഇൻറ്റു ബി ഈക്വൽ ടു 0 ആവണമെങ്കിൽ a ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ b ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് 0 കൊടുക്കാം. x ഈക്വൽ ടു 0 വരും, 2 മൈനസ് 3x ഈക്വൽ ടു 0 വരും. രണ്ട് വാല്യൂസ് ആണ് വരിക. ദാറ്റ് ഈസ് x ഈക്വൽ ടു 0 ഒന്ന് കിട്ടും. പിന്നെ 2 മൈനസ് 3x ഈക്വൽ ടു 0 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഈക്വൽ ടു 3x, x ഈക്വൽ ടു 2/3 എന്ന് വരും. രണ്ട് എക്സിന്റെ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ എക്സിന്റെ രണ്ട് വാല്യൂസും നമ്മൾ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2 നോക്കൂ നിങ്ങൾ. 2 എന്താണ്? 2x ഈക്വൽ ടു 2y ആണ്. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x ഈക്വൽ ടു y അല്ലേ? അപ്പൊ എക്സിന് ഒരു 0 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ y എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സിന് 2/3 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ y എന്തായിരിക്കും? 2/3 ആയിരിക്കും. Therefore നമുക്ക് കിട്ടുന്ന രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ഒന്ന് 0 0, x 0 y 0, പിന്നെ ഒന്ന് x 2/3 y 2/3. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫ് എക്സ് എക്സ്, എഫ് വൈ വൈ, എഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എഫ് എക്സ് എക്സ് എന്താ വരുന്നത്? ഇതാണ് എഫ് എക്സ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് അഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2y യുടെ ഡെറിവേറ്റീവ് 0 മൈനസ് 3 ഇൻറ്റു x² ന്റെ ഡെറിവേറ്റീവ് 2x. 2 ഇൻറ്റു 3 6x എന്ന് വരും. എഫ് എക്സ് എക്സ് 6x എന്ന് വരും. ദെൻ എഫ് വൈ വൈ, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുക അഗൈൻ. ഇതിന്റെ ഡെറിവേറ്റീവ് 0 എന്ന് വരും. മൈനസ് 2 ഇൻറ്റു y യുടെ ഡെറിവേറ്റീവ് 1, അതുകൊണ്ട് മൈനസ് 2 എന്ന് കിട്ടും. ദെൻ എഫ് എക്സ് വൈ, എഫ് എക്സ് വൈ, എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ 2y വരുന്നുണ്ട്. അതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് 2 കിട്ടും. മൈനസ് 3x² വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് വരിക. അപ്പൊ എഫ് എക്സ് വൈ 2 എന്ന് കിട്ടി. ഇനി ഈ രണ്ട് വാല്യൂസും ഈ മൂന്ന് വാല്യൂസും കൂടെ നമ്മൾ ഡിക്ക് അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഡിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് ഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ നോക്കൂ. എഫ് എക്സ് എക്സ് മൈനസ് 6x ഇൻറ്റു എഫ് വൈ വൈ മൈനസ് 2 മൈനസ് 2 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 6 ഇൻറ്റു മൈനസ് 2 12x മൈനസ് 4 എന്ന് വരും. ഡിയുടെ വാല്യൂ 12x മൈനസ് 4 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ആ ഡി എന്ന് പറയുന്ന പോയിന്റില് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ഡി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഡിയില് ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ടുള്ള 0 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിനും 0 കൊടുക്കാം, വൈക്കും 0 കൊടുക്കും. എക്സിനും 0 കൊടുത്താൽ വൈക്കും 0. ഇവിടെ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല, എക്സ് മാത്രമേ ഉള്ളൂ. എക്സിന് 0 കൊടുത്താൽ 12 ഇൻറ്റു 0 മൈനസ് 4 എന്ത് വരും? മൈനസ് 4 എന്നാണ് വരുന്നത്. ആ പോയിന്റിലെ ഫംഗ്ഷൻ ലെസ് ദാൻ 0 ആണ്. Therefore 0 0 എന്ന് പറയുന്ന പോയിന്റ് എന്ത് പോയിന്റ് ആണ്? ഈസ് എ സാഡിൽ പോയിന്റ് എന്ന് നമുക്ക് കിട്ടും. അപ്പോ 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഒരു സാഡിൽ പോയിന്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള 2/3 2/3 ഡിക്ക് അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡി അറ്റ് 2/3, 2/3 ദാറ്റ് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു എക്സിന് പകരമാണ് 2/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. വൈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. 2/3 മൈനസ് 4 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇവിടെ നമുക്ക്
8 minus 4 that is equal to 4 എന്ന് കിട്ടും, which is greater than 0. Greater than 0 ആണ് D എങ്കിൽ അവിടെ മാക്സിമ അല്ലെങ്കിൽ മിനിമ എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് തീരുമാനിക്കുന്നത് ആരാണ്? എഫ് എക്സ് എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എഫ് എക്സ് എക്സ് അറ്റ് ദ പോയിന്റ് 2/3 എന്താണ് നോക്കുക. എഫ് എക്സ് എക്സ് പറഞ്ഞ -6 ആണ്. -6 into എക്സിന്റെ വാല്യൂ 2/3 that is equal to -4 എന്ന് വരും. -4 ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണ് എഫ് എക്സ് എക്സ് എങ്കിൽ ഈ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റില് അല്ലെങ്കിൽ ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്തായിരിക്കും? റിലേറ്റീവ് ലെസ് ദാൻ ആണ്, റിലേറ്റീവ് മാക്സിമ ആയിരിക്കും. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. മിനിമം അല്ല, ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം ആണ് വാല്യൂ വരിക. അപ്പൊ ഇങ്ങനെയാണ് റിലേറ്റീവ് മാക്സിമ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് രണ്ട് ക്രിട്ടിക്കൽ പോയിന്റുകളാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് 0 0 പിന്നെ ഒന്ന് 2/3 0 എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണ്? സാഡിൽ പോയിന്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് അതെന്തുകൊണ്ടാണ് സാഡിൽ പോയിന്റ് ആയത്? ഡി ലെസ് ദാൻ 0 ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഡി അറ്റ് ദ പോയിന്റ് 2/3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടിയിരുന്നു. 4 എന്ന വാല്യൂ ആണ് കിട്ടുക. ഗ്രേറ്റർ ദാൻ 0 കിട്ടി. അങ്ങനെ ഗ്രേറ്റർ ദാൻ 0 കിട്ടിയാൽ ആ പോയിന്റിൽ മാക്സിമ അല്ലെങ്കിൽ മിനിമ എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എഫ് എക്സ് എക്സ് അറ്റ് ദാറ്റ് പോയിന്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തു. ആ പോയിന്റിൽ എഫ് എക്സ് എക്സ് -4 ആണ്, അത് ലെസ് ദാൻ 0 ആണ്. എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് റിലേറ്റീവ് മാക്സിമ ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ റിലേറ്റീവ് എക്സ്ട്രീമസ് അല്ലെങ്കിൽ മാക്സിമ അല്ലെങ്കിൽ മിനിമ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, റിലേറ്റീവ് മാക്സിമ ഓർ മിനിമ. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. Determine the dimensions of the rectangular box open at the top having a volume of 32 feet cube and requiring least amount of material for its construction. ഒരു റെക്ടാംഗുലർ ബോക്സ്, അതിന്റെ വോളിയം 32 ഫീറ്റ് ആയിട്ടുള്ള ഒരു റെക്ടാംഗുലർ ബോക്സ്, അതിന്റെ ടോപ്പ് ഓപ്പൺ ആണ്. അങ്ങനെയാണെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലീസ്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു റെക്ടാംഗുലർ ബോക്സ് നമ്മൾക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. റെക്ടാംഗുലർ ബോക്സ്, ഇതിന്റെ ടോപ്പ് പോർഷൻ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ബോക്സ് ആണ്. ഓപ്പൺ ആണ് ബോക്സ്. ഈ ബോക്സിന്റെ ഡയമെൻഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അറിയാൻ നിങ്ങൾക്ക് ഒരു റെക്ടാംഗുലർ ബോക്സ് ആണെങ്കിൽ അതിനൊരു നീളം ഉണ്ടാവും, അതുപോലെ ഒരു വീതി ഉണ്ടാവും, ഒരു ഉയരം ഉണ്ടാവും, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അങ്ങനെ 3 സാധനങ്ങൾ ഉണ്ടാവും എന്ന് അസ്യൂം ചെയ്യുക. എക്സ്, വൈ, സെഡ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള 2 കാര്യങ്ങൾ. വോളിയം എന്ന് പറയുന്നത് എന്താണ്? 32 ഫീറ്റ് ക്യൂബ് ആണ്. വോളിയം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വോളിയം ഇസ് ഫിക്സഡ്. ഈ ബോക്സിന്റെ വോളിയം 32 ആയിരിക്കണം. അത് എത്ര എമൗണ്ട് ഓഫ് മെറ്റീരിയൽ എടുത്താലും നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബോക്സിന്റെ വോളിയം 32 ആയിരിക്കണം. അപ്പൊ വോളിയം ഇവിടെ ഫിക്സഡ് ആണ്. എന്താണ് ഒരു റെക്ടാംഗുലർ ബോക്സിന്റെ വോളിയത്തിന്റെ ഫോർമുല? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം, ആൻഡ് വോളിയം ഇസ് 32. ഇത് നമുക്ക് ഗിവൺ ആണ്. ദെൻ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലീസ്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതായത് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ കുറച്ചായിരിക്കണം, കുറച്ച് മെറ്റീരിയൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മളിവിടെ മിനിമൈസ് ചെയ്യേണ്ടത് സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ ആണ് മിനിമൈസ് ചെയ്യേണ്ടത്. ലീസ്റ്റ് എമൗണ്ട് ആയതുകൊണ്ടാണ് മിനിമം സർഫസ് ഏരിയ വരുന്ന ഒരു ബോക്സ് ആണ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇനി ഈ ഓപ്പൺ ടോപ്പ് വരുന്ന റെക്ടാംഗുലർ ബോക്സിന്റെ സർഫസ് ഏരിയ എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. സർഫസ് ഏരിയ എസ് ആണെങ്കിൽ, സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു റെക്ടാംഗുലർ ബോക്സിന് ശരിക്ക് 6 ഫേസുകളാണുള്ളത് അല്ലെ. 6 ഫേസിൽ ഒരു ഫേസ് ഇവിടെ ഉണ്ടാവില്ല, കാരണം അതിന് ടോപ്പ് ഓപ്പൺ ആണ്. അതിന്റെ മോൾ ഭാഗത്ത് ഒന്നുമില്ല, പ്ലെയിൻ ആണ്, ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സർഫസിലെ ഏരിയ നമുക്ക് ഉണ്ടാവില്ല. ബാക്കി വരുന്ന 5 സർഫസിന്റെ ഏരിയ ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇനി നോക്കൂ ഏതൊക്കെയാണ് ആ സർഫസ് നോക്കൂ. ഇവിടെ ഈ ഒരു റെക്ടാംഗിൾ നിങ്ങൾക്ക് കാണുന്നത് ഇതൊരു സർഫസ് ആണ്. എക്സ് സെഡ് ഡയമെൻഷൻ ഉള്ള ഒരു റെക്ടാംഗിൾ. ഈ റെക്ടാംഗിൾ തന്നെ ആയിരിക്കും ഇതിന്റെ ഈ സൈഡിലും ഉണ്ടാവുക. എക്സ് സെഡ് ഡയമെൻഷൻ വരുന്ന റെക്ടാംഗിൾ ആയിരിക്കും ആ സൈഡിലും നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ എക്സ് സെഡ് എന്ന് പറഞ്ഞ റെക്ടാംഗിൾ ഏരിയ നിങ്ങൾക്ക് അറിയാം. റെക്ടാംഗിൾ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എക്സ് സെഡ് ഡയമെൻഷൻ വരുന്ന 2 റെക്ടാംഗിൾസ് ആണ് ഈ ബോക്സിനുള്ളത്. അതായത് 2xz ആണ് ഇതിലെ ഒരു സർഫസ് ഏരിയ. മീൻസ് ഒരു ഡയമെൻഷൻ വരുന്ന 2 സർഫസ് ഏരിയ. ഈ സൈഡും കഴിഞ്ഞു. ഇനി ഈ 2 സൈഡിലും നോക്കൂ നിങ്ങൾ. ഇവിടെ z എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, y എന്ന് പറഞ്ഞ ഒരു ലെങ്ത് ഉണ്ട്. അപ്പൊ ഈ ഒരു സർഫസ് ഏരിയ എന്ന് പറയുന്നത്
വൈ സെഡ് ആണ്. അതേ പോർഷൻ തന്നെയായിരിക്കും ഈ സൈഡിലും ഉണ്ടാവുക. ഈ സൈഡിലും ഒരു വൈ സെഡ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ എത്ര വൈ സെഡ് വരും? 2 വൈ സെഡ് വരും. ഇനി ഇതിന്റെ താഴ്ഭാഗം നോക്കൂ, ഇതിന്റെ ഫ്ലോർ, അതിന്റെ ബേസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ആണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ ഒരു റെക്ടാംഗിൾ ഉണ്ടാവും. അതിന്റെ ഏരിയ എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ ആണ്. പക്ഷെ അതിന് മോൾ ഭാഗം ഇല്ലാത്തതുകൊണ്ട്, ടോപ്പ് ഓപ്പൺ ആയതുകൊണ്ട് അവിടെ ഒരു എക്സ് വൈ റെക്ടാംഗിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഏരിയ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇത് 2 ഏരിയ, ഇത് 2 ഏരിയ, ഇത് ഒരു ഏരിയ. അങ്ങനെ ടോട്ടൽ 5 സർഫസ് ഏരിയ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇതാണ് ഈ ബോക്സിന്റെ സർഫസ് ഏരിയ. ഇതിനെയാണ് നമുക്ക് ഏറ്റവും മിനിമം ആക്കി മാറ്റേണ്ടത്. ഇത് മിനിമം ആവുന്ന എക്സും വൈയും സെറ്റും എന്താണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫംഗ്ഷനകത്ത് നോക്കൂ, നിങ്ങൾ 3 വാരിയബിൾസ് ഉണ്ട്, എക്സും സെഡും വൈയും. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ 3 വാരിയബിൾസ് ഉണ്ട്. നമ്മൾ ഇതുവരെ മാക്സിമം മിനിമം ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം 2 വാരിയബിൾസ് ഉണ്ടായിരുന്നുള്ളൂ, എക്സും വൈയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക് എക്സും വൈയും ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഈ വോളിയം ഇവിടെ ഫിക്സഡ് ആണെന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ഈ വോളിയത്തിനകത്ത് നിങ്ങൾക്ക് എക്സോ വൈയോ സെഡോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി സെഡ് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെഡ് ഈക്വൽ ടു എക്സ് വൈ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും? 32 ബൈ എക്സ് വൈ എന്ന് വരും. ഈ സെഡിന്റെ വാല്യൂ നിങ്ങൾ ഈ സർഫസ് ഏരിയയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് വേണം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ സെഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? 2 ഇൻറ്റു എക്സ് ഇൻറ്റു സെഡിന്റെ വാല്യൂ 32 ബൈ എക്സ് വൈ പ്ലസ് 2y ഇൻറ്റു 32 ബൈ എക്സ് വൈ പ്ലസ് എക്സ് വൈ. ഇത് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. ഇവിടുത്തെ എക്സ് എക്സ് ക്യാൻസൽ ചെയ്ത് കളയാം, ഇവിടുത്തെ വൈ വൈ ക്യാൻസൽ ചെയ്ത് കളയാം. 2 ഇൻറ്റു 32 64 ആവും. Therefore നമ്മുടെ സർഫസ് ഏരിയ എങ്ങനെ വരും? S ഈക്വൽ ടു 64 ബൈ വൈ പ്ലസ് 64 ബൈ എക്സ് പ്ലസ് എക്സ് വൈ. അപ്പൊ ഇതാണ് നമ്മുടെ സർഫസ് ഏരിയ. ഇത് എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ മിനിമൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ റിലേറ്റീവ് മിനിമം ഏത് പോയിന്റ് ആണ്? റിലേറ്റീവ് മിനിമ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എസ് എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എസ് എക്സ്. എസ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എഫ് ആക്കി മാറ്റാട്ടോ. ഞാൻ എസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എസ് എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് ഇതിന്റെ ഡിഫറെന്റ് ഡെറിവേറ്റീവ് എന്താണ്? ഇവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് ഡെറിവേറ്റീവ് 0 പ്ലസ് 64 ഇൻറ്റു 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. 64 ഇൻറ്റു 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ കോൺസ്റ്റന്റ് ആണ്. വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 എന്ന് വരും. ദാറ്റ് ഈസ് എസ് എക്സ് എന്ന് പറയുന്നത് y മൈനസ് 64 ബൈ എക്സ് സ്ക്വയർ ആണ് എസ് എക്സ് വരിക. അതേപോലെ തന്നെ എസ് വൈ എന്ത് വരും? ഇവിടെ 64 ഇൻറ്റു 1 ബൈ വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ വൈ സ്ക്വയർ. ഇത് വൈ ഇല്ലാത്തതുകൊണ്ട് 0 പ്ലസ് ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്. എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 64 ബൈ വൈ സ്ക്വയർ ആണ് എസ് വൈ കിട്ടുക. ഇനി എസ് എക്സും എസ് വൈയും 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എസ് എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വൈ മൈനസ് 64 ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ്. അതുപോലെ എസ് വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എക്സ് മൈനസ് 64 ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ്. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. സോൾവ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കി നോക്കാം. y മൈനസ് 64 ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 ഫസ്റ്റ് ഇക്വേഷൻ. അതേപോലെ എക്സ് മൈനസ് 64 ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു 0 സെക്കൻഡ് ഇക്വേഷൻ. ഇതിനകത്ത് y കാൽക്കുലേറ്റ് ചെയ്യുക. y ഈക്വൽ ടു എന്താണ് വരുന്നത്? 64 ബൈ എക്സ് സ്ക്വയർ. ആ y ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് മൈനസ് 64 ബൈ വൈ സ്ക്വയറിന് പകരം വൈക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 64 ബൈ എക്സ് സ്ക്വയർ ആണ്. അതിന്റെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. നൗ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 64 ബൈ 64 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. എക്സ് റേസ് ടു 4 വരും. ഈ ഡിനോമിനേറ്ററിൽ വരുന്ന വാരിയബിൾ എവിടേക്ക് പോകും? ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പൊ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എക്സ് റേസ് ടു 4 ആണ് വരിക ഈക്വൽ ടു 0. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഒരു 64 ക്യാൻസൽ ചെയ്ത് കളയാം. എക്സ് മൈനസ് എക്സ് റേസ് ടു 4 ബൈ 64 ഈക്വൽ ടു 0 എന്ന് വരും. ഒരു എക്സ് ഔട്ട് സൈഡ് എടുക്കുക. എക്സ് മൈനസ് എക്സ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 മൈനസ് എക്സ് ക്യൂബ് ബൈ 64 ഈക്വൽ ടു 0 എന്ന് വരും. ഐദർ എക്സ് ഈക്വൽ ടു 0 ഓർ
1 മൈനസ് എക്സ് ക്യൂബ് ബൈ 64 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എക്സ് ഈക്വൽ ടു 0 ഒരിക്കലും പോസിബിൾ അല്ല. കാരണം എക്സ് എന്ന് പറയുന്നത് ആ ബോക്സിന്റെ ഒരു ഡയമെൻഷൻ ആണ്. 0 ഡയമെൻഷൻ ആയിട്ട് ഒരു ബോക്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെയാണ് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കൂ, 1 ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 64, എക്സ് ക്യൂബ് ഈക്വൽ ടു 64, എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് വരും, 4 എന്ന് വരും. ഇനി എക്സ് 4 ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിനകത്ത് നമുക്ക് വൈയുടെ വാല്യൂയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വൈ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. വൈ ഈക്വൽ ടു 64 ബൈ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 64 ബൈ 16 എന്താണ് വരുന്നത്, 4 തന്നെയാണ് വരുന്നത്. അപ്പൊ എക്സും വൈയും ഇവിടെ 4 ആണ്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടി. ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് 4 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എസ് എക്സ് എക്സ് കണ്ടുപിടിക്കുക, എസ് വൈ വൈ കണ്ടുപിടിക്കുക, എസ് എക്സ് വൈ കണ്ടുപിടിക്കുക, എന്നിട്ട് ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്രിട്ടിക്കൽ പോയിന്റ് മിനിമം തന്നെ അല്ലേന്ന് കൺഫേം ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ക്രിട്ടിക്കൽ പോയിന്റ് 4 എസ് എക്സ് വൈ മൈനസ് 64 ബൈ എക്സ് സ്ക്വയർ, എസ് വൈ എക്സ് മൈനസ് 64 ബൈ വൈ സ്ക്വയർ. നമുക്കിവിടെ എസ് എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈയുടെ ഡെറിവേറ്റീവ് 0 മൈനസ് 64 ഇൻറ്റു 1 ബൈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2 ബൈ എക്സ് ക്യൂബ്. എല്ലാവരും ശ്രദ്ധിക്കണം, മൈനസ് 2 ബൈ എക്സ് ക്യൂബ് ആണ് 1 ബൈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരിക. നൗ ഇറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് 64 ഇൻറ്റു 2 128 ബൈ എക്സ് ക്യൂബ് എന്ന് കിട്ടും. പോസിറ്റീവ് ആണ് വരിക. ദെൻ അതേപോലെ നമ്മള് എസ് വൈ വൈ കാൽക്കുലേറ്റ് ചെയ്യുക. എസ് വൈ വൈ ഈക്വൽ ടു ഡെറിവേറ്റീവ് 0 മൈനസ് 64 ഇൻറ്റു 1 ബൈ വൈ സ്ക്വയർ ഡെറിവേറ്റീവ് മൈനസ് 2 ബൈ വൈ ക്യൂബ് ദാറ്റ് ഇസ് ഈക്വൽ ടു 128 ബൈ വൈ ക്യൂബ് എന്ന് വരും. ഇനി എസ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ എസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1 ആണ് ആൻസർ വരിക. ഇതിന്റെ ഡെറിവേറ്റീവ് വൈ ഇല്ലാത്തതുകൊണ്ട് 0 ആയിരിക്കും. ദെൻ ഡിയുടെ ഇക്വേഷൻ എഴുതുക. ഡി ഈക്വൽ ടു എസ് എക്സ് എക്സ് എസ് വൈ വൈ മൈനസ് എസ് എക്സ് വൈ the whole square that is equal to 128 by x cube into 128 by y cube minus 1 square. Okay, ഇതാണ് d എന്ന് പറഞ്ഞ വാല്യൂ വരിക. ദെൻ അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. d എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 128 by 4 cube into 128 by 4 cube മൈനസ് 1 എന്നാണ് കിട്ടുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഇൻറ്റു 2 മൈനസ് 1 എന്ന് കിട്ടും. 4 മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 3. 3യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. മാക്സിമം അല്ലെങ്കിൽ മിനിമം ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മിനിമം തന്നെ അല്ലേ എന്ന് കൺഫേം ചെയ്യാൻ എസ് എക്സ് എക്സില് ഈ പറഞ്ഞ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 128 by 4 ക്യൂബ്. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ പോയിന്റ് 4 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, റിലേറ്റീവ് മിനിമ ആണ്. റിലേറ്റീവ് മിനിമ ആണ് ആ പോയിന്റ്. ദെൻ നമുക്ക് ഇപ്പൊ കിട്ടിയ മിനിമം മെറ്റീരിയൽ ആണ് x4 y4. പക്ഷെ നമുക്ക് z എന്ന് പറഞ്ഞൊരു വാല്യൂ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ z-ന്റെ ഇക്വേഷൻ ഇവിടെ എഴുതുക. z ഈക്വൽ ടു 32 by xy. ഇങ്ങനെയാണ് നമ്മൾ z എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 32 by 4 into 4 എന്ന് കിട്ടും. നമുക്ക് 2 എന്ന് കിട്ടും. Therefore നമ്മൾ കണ്ടുപിടിക്കേണ്ട മിനിമം റിക്വയർഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് x ഈക്വൽ ടു 4, y ഈക്വൽ ടു 4 ആൻഡ് z ഈക്വൽ ടു 2 ആണ്. ഇതാണ് മിനിമം amount of material required to construct a rectangular box open at the top with the volume 32 feet cube. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് അക്വേറിയം എന്ന് പറഞ്ഞിട്ടും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അക്വേറിയം ഓപ്പൺ അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞിട്ടും ചോദിച്ചിട്ടുണ്ട്. റെക്ടാംഗുലർ ബോക്സ് ആയിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് മാക്സിമ മിനിമ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. മാക്സിമ മിനിമയിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് റിലേറ്റീവ് മാക്സിമ റിലേറ്റീവ് മിനിമ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി വരും വീഡിയോയില്, അടുത്ത വീഡിയോയില്, നെക്സ്റ്റ് വീഡിയോയില് നമ്മൾ
അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റിലേറ്റീവ് മാക്സിമം ആൻഡ് റിലേറ്റീവ് മിനിമ, സാഡിൽ പോയിന്റ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ബട്ടന്റെ കൂടെ കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.